ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മളൊരു റൂം മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. അതും എന്താ, ക്രിസ്മസ് എഡീഷൻ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ബെഡ്ഷീറ്റും ചെരുപ്പും ഡ്രസ്സിൻ്റെയും എല്ലാത്തിൻ്റെയും. അപ്പോൾ പറഞ്ഞു വന്നത് ബെഡ്റൂം മേക്ക് ഓവർ. ഞാൻ പണ്ട് മുതലേ പറയാറുള്ളൊരു കാര്യമാണ്, ക്രിസ്മസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സീസണാണ്. ആൻഡ് ഓൾസോ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ക്രിസ്മസ് ടൈമിൽ വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് തീമിൽ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അതൊക്കെ സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടായതിന് ശേഷിച്ചേ ചെയ്യുള്ളൂ. ബട്ട് ഫോർ നൗ നമുക്കൊരു റൂം ഉണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു റൂമിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറേ നാളായിട്ടുള്ള പ്ലാനിങ് ഒക്കെ ആണെങ്കിലും എക്സിക്യൂഷനൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. ആകെ 2-3 ദിവസം എടുത്തിട്ടാണ് മൊത്തം പരിപാടി ചെയ്തതെങ്കിലും ആ 2-3 ദിവസം എന്ന് പറയുന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് എൻ്റെ റൂം മേക്ക് ഓവർ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റൂം മേക്ക് ഓവറിന്റെ ഭാഗമായിട്ട് ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുക്കലായിരുന്നു. ഞാൻ ഈ പ്രോസസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നുമില്ല, പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് കഫേയിൽ പോയിട്ട് ഇതുപോലെ പ്രിന്റ് വേണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ തന്നെ പ്രിന്റ് എടുത്ത് തന്നോളൂ. ഈ വലിയ പ്രിന്റ് വരുന്നത് ഞാൻ A4 ഷീറ്റിൽ വെറുതെ കളർ പ്രിന്റ് എടുക്കുകയാണ് ചെയ്തത്. ബാക്കി കുട്ടി കുട്ടി പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഗ്ലോസി പേപ്പറിലായിട്ട് പ്രിന്റ് എടുത്തത്. നമ്മൾ ഈ പോസ്റ്റേഴ്സ് ഒക്കെ കടയിൽ നിന്ന് വാങ്ങണേക്കാളും നല്ലത് ഇതായിരിക്കും. കാരണം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പ്രിന്റ് എടുക്കാമല്ലോ. ഇപ്രാവശ്യത്തെ റൂം മേക്ക് ഓവറിൽ എനിക്ക് എക്സ്ട്രാ സന്തോഷമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ റീസൺ, ഇപ്രാവശ്യം ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻസ്പോ ഇല്ലാതെ കംപ്ലീറ്റ്ലി എനിക്ക് എന്താണോ തോന്നിയത് ആ ഒരു രീതിയിലായിരുന്നു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്യണം എന്നുള്ളത് തന്നെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. ആൻഡ് ഈ ഒരു മേക്ക് ഓവർ ഞാൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് അറിയോ? ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ December 24, 2025. എത്ര മണിവരെ ഇരുന്നിട്ടാണ് ഈ പരിപാടി മൊത്തം കംപ്ലീറ്റ് ആയെന്നുള്ളതൊക്കെ വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ എന്താ, അതിന്റെ ബാക്കിയായിട്ട് നല്ല ജലദോഷം. എന്തായാലും പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ എഴുന്നേറ്റ് റൂമൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ അജിയുടെ ഡെസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ സാധനമൊക്കെ ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്തു. എന്റെ കാര്യം പറയാനാണെങ്കിൽ ഡെസ്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ബെഡിലെടുത്ത് സാധനങ്ങൾ വെക്കും, ബെഡ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഡെസ്കിൽ എടുത്തുകൊണ്ട് വെക്കും, രണ്ടവിടെയും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ തറയിൽ എടുത്ത് വെക്കും. അതുകൊണ്ട് തന്നെ എന്താ, എല്ലാ സ്റ്റെപ്പിന്റെ ഇടയിൽ കാണാൻ പറ്റും എവിടെയെങ്കിലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരുവിധം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു പോർഷൻ നമുക്ക് സെറ്റ് ആക്കാം. ഈ ഒരു ലീഫ് ഞാൻ അനക്കുന്നില്ല, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ആദ്യം നമുക്ക് ഈ പോസ്റ്റേഴ്സ് ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. ആദ്യമായിട്ട് നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു ബെഡ് ഫ്രെയിമിന്റെ മുകളിലായിട്ട് ഫോട്ടോ ഫ്രെയിം 3 അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അതായത് ഈ പിൻട്രസ്റ്റ് ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഈസ്തറ്റിക് ബെഡ്റൂംസിലും ഇതേപോലെ ഫ്രെയിംസ് ഹാങ് ചെയ്തിടാറുണ്ട്. അത് കണ്ടിട്ടാണ് നമുക്ക് ഇൻസ്പോ അടിച്ചത്. ഈ ഫ്രെയിംസ് ഇത്രയും മാസങ്ങളായിട്ട് കണ്ട് ശീലിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഈ ഫ്രെയിംസിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ ഡിസൈൻ ചെയ്യാന്നോ അല്ലെങ്കിൽ ഡെക്കോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് പിക്ചേഴ്സ് ഒക്കെ മാറ്റിയിട്ട് ഫ്രെയിംസ് അതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രെയിംസ് പിന്നെ തൂക്കിയിടാൻ പെട്ടപാട്, അത് വേറെ കഥ. നിങ്ങൾ റൂം മേക്ക് ഓവർ, എസ്പെഷ്യലി ക്രിസ്മസ് റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതേപോലെയുള്ള ഗ്രീൻ കളർ ഗാർലൻഡ്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഷെൽഫ്, പിന്നെ ബെഡിന്റെ ഫ്രെയിം, ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് ക്രിസ്മസ് ബോൾസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി നമ്മുടെ റൂം മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബ് ആക്കാൻ പറ്റും. റൂം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഡെക്കോർ ചെയ്യണം എന്നൊന്നും എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 3 ഷെൽഫ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളതിൽ ഫസ്റ്റ് മുതലേ എനിക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. ഇനി 3 നടുക്ക് എന്തെങ്കിലും ഒരു സാധനം വെക്കണമല്ലോ. അപ്പോൾ എന്താ വെക്കുക എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു റിബണിനെ പറ്റി ഓർമ്മ വന്നത്. ഇത് നമ്മൾ ബ്രോഡ്വേന്ന് വാങ്ങിച്ചൊരു സാധനമായിരുന്നു. ഇത് വെച്ച് ഒരു വലിയൊരു ബോ ഉണ്ടാക്കി നടുക്കൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലേ? ഈ സാധനം നിസ്സാരക്കാരൻ നെഹിഹേ, നല്ല കട്ടിയുള്ള റിബണായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ, സാധാ നമ്മൾ ബോ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ടാണ് ഇതുപോലൊരു ബോ ഉണ്ടാക്കിയെടുത്തത്, അതും കമ്പിയൊക്കെ വെച്ച് വളച്ച് കെട്ടിയിട്ട്. ബ്രോഡ്വേന്ന് ഞാൻ വാങ്ങിച്ചതിൽ എല്ലാത്തിനെയും വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം ഉണ്ടായിരുന്ന 2 സാധനമായിരുന്നു ഇത്. വാങ്ങിയ ടൈമിൽ ഇത് വെച്ച് എന്ത് ചെയ്യുന്ന എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാലോ എന്നുകൊണ്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഈ ഷെൽഫിന്റെ മുകളിൽ കാണാൻ കുറച്ച് ഭംഗിയുള്ള കുറച്ച് ഡെക്കോർ പീസസ് വെക്കാം. ഈ എല്ലാ സാധനവും ഞാൻ ഓരോ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ, ഈ ലൈറ്റും മറ്റേ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ബ്യൂട്ടി പാലസ് നിന്നായിരുന്നു വാങ്ങിച്ചത്. ഈ സ്റ്റാറിന്റെ മറ്റേ ട്രേ അല്ലേ, എന്താ പറയുക, ആ പാത്രമില്ലേ, ആ സാധനം ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്.
ഈ മാൻകുട്ടി ഞാൻ ഫെജിന്നാണ് വാങ്ങിച്ചത്. ഇനി ആ ലീഫിന്റെ പോർഷൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുട്ടി കുട്ടി ഓർണമെന്റ്സ് തൂക്കിയിടാട്ടാ ചെയ്തത്. എനിക്ക് ആ ലീഫ് അഴിച്ച് മാറ്റണം എന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ മേക്ക് ഓവറിലും നമ്മൾ ഇതന്നെയായിരുന്നല്ലോ ചെയ്തത്. പക്ഷെ എന്താണ്, ഈ ഒരു ലീഫൊക്കെ അഴിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഭയങ്കര ബ്ലാങ്ക് ആയി പോകും. പക്ഷെ അവിടെ എന്തിപ്പോൾ ചെയ്യാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ടൈമിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, അതങ്ങനെ നിന്ന് കുറച്ച് ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് അങ്ങോട്ട് അലങ്കരിക്കാം. നെക്സ്റ്റ് ഈ ഒരു സ്റ്റെപ്പിന് വേണ്ടി ഞാൻ ഒടുക്കത്തെ എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഇതുപോലൊരു ഡെക്കറേഷൻ ചെയ്യണമെന്ന് പണ്ട് മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ട് മുതലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഹോം അലോൺ സിനിമയൊക്കെ ഇല്ലേ, ആ ഒരു ടൈം മുതലൊക്കെ. ആ ഒരു മൂവി കണ്ടു തുടങ്ങിയപ്പോൾ മാത്രമല്ല, അബ്രോഡുള്ള അത്യാവശ്യം 90% വീടുകളിലും കണ്ടുവരുന്ന ഒരു ഡെക്കറേഷൻ ഉണ്ട്. ഇതേപോലത്തെ ലീഫ് ഗാർലൻഡ്സ് അറേഞ്ച് ചെയ്തിട്ട് അതിൽ ക്രിസ്മസ് ബോൾസ് ഒക്കെ ഹാങ് ചെയ്തിടുന്നത് കാണാൻ എന്താണെന്നറിയില്ല, ഒടുക്കത്തെ ഭംഗിയാണ്. ഭംഗി മാത്രമേ ഉള്ളൂ, നോക്കി കണ്ടും പണിയെടുത്തില്ലെങ്കിൽ കയ്യിലൊക്കെ നല്ലപോലെ കീറിലിട്ടു. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യണമെന്ന് എനിക്ക് ഒടുക്കത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഗാർലൻഡ്സ് നല്ലത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നൊക്കെ ആയി. അൻവറേട്ടന്റെ ക്രിസ്മസ് ഡെക്കറേഷൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഗാർലൻഡ് ശ്രദ്ധിച്ചത്. അപ്പം എനിക്ക് മനസ്സിലായി എറണാകുളം ബ്രോഡ്വേയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഈ സാധനം കിട്ടുന്നുള്ളത്. ആ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ബ്രോഡ്വേയിൽ ഷോപ്പിങ്ങിന് പോകണം എന്നുള്ളത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ വീഡിയോ കണ്ട് ഈ സാധനം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് ഗാർലൻഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് അതിൽ കുറച്ച് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി നമുക്കൊരു ക്രിസ്മസ് വൈബ് കിട്ടുന്നു. നമ്മുടെ ഷെൽഫും ടേബിളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു കുട്ടി ഗാർലൻഡില്ലേ, എല്ലാ കടകളിലും കിട്ടുന്ന ഗാർലൻഡ്, ആ ഒരു ഗാർലൻഡ് മതിയാവും. പക്ഷേ നമ്മുടെ ഈ ഒരു ബെഡിന്റെ ഫ്രെയിം അല്ലെങ്കിൽ ഈ കർട്ടന്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഗാർലൻഡ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. അയ്യോ, എൻ്റെ റൂമിൽ സാധനം സെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ലോ, എക്സ്ട്രീം സന്തോഷമായിരുന്നു. ബാക്കി മേക്ക് ഓവർ പരിപാടികളൊക്കെ ഞാൻ രാത്രിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി മേക്ക് ഓവർ പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ബെഡ്ഷീറ്റ് മാറ്റി. ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ മറ്റേ തൃശ്ശൂരിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. എന്താ കടയുടെ പേര്, റൊസാൻ എന്തായിരുന്നു കേട്ടോ പേര്. ലൊക്കേഷനും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ലൊക്കേഷൻ ഇട്ടിട്ട് പോയൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് തന്നെ 4 കുഷൻ കവറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ബെഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 5-6 തലോടെ എക്സ്ട്രാ വെച്ച് കഴിയുമ്പോഴാണ് ഒരു മനസ്സമാധാനം കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ, ബെഡ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് ഡെസ്കിൽ വെക്കുന്നു, അങ്ങനെ വെച്ചുള്ള സംഭവമാണ് ഇതാ ഈ കാണുന്നത്. ക്ലീനിങ് പിന്നെ നമുക്കൊരു പുത്തരി അല്ലാത്തതുകൊണ്ട് ദീർഘനിശ്വാസം എടുത്ത് 2 സിപ്പ് വെള്ളവും കുടിച്ച് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചാട്ടാ. കമന്റ് ബോക്സിൽ കുറച്ച് ദിവസമായിട്ട് അവിടെ ഇവിടെയായിട്ട് ഞാൻ കുറച്ച് കമന്റ്സ് കാണാറുണ്ട്. എനിക്ക് പഴയൊരു എനർജി ഇല്ല, എന്താ പറയുക, മിസ്സിങ് പഴയ കടിൽ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ക്യാൻ ട്രൂലി അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. ആദ്യം തന്നെ ശരിക്കും ഒരു സോറി. ഞാൻ ഒരിക്കലും എന്താ പറയുക, ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ന്യായീകരിക്കൊന്നുമില്ല കേട്ടോ. ചില സമയത്തൊക്കെ ഞാൻ തന്നെ മടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ ടോട്ടലി എന്താ പറയുക, എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനാണെങ്കിൽ, എപ്പോഴും എനിക്ക് പേഴ്സണലി എന്തെങ്കിലും ഒരു മാറ്ററോ അല്ലെങ്കിൽ പേഴ്സണൽ മാറ്റർ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് നല്ലപോലെ എന്താ പറയുക എൻ്റെ ഈ ചാനലിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ചാനലിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചാനൽ പിന്നെ നോക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഒന്നും ഇടില്ല, ഭയങ്കര ദേഷ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ എന്താ പറയുക 2026 മുതൽ ആ ഒരു ശീലം എന്തായാലും മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ പേഴ്സണലി എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും ഒരിക്കലും അതെൻ്റെ പ്രൊഫഷണൽ സാധനത്തിൽ എന്താ പറയുക റിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. 2025 വാസ് സോ ഗ്രേറ്റ് ഫോർ മീ. അതുകൊണ്ട് തന്നെ അതിനേക്കാളും അടിപൊളി എനർജി ഞാൻ 2026 കൊണ്ടുവരുന്നതായിരിക്കും. ഐ പ്രോമിസ് യു. അടുത്തതായിട്ട് നമ്മുടെ ഡെസ്കിൻ്റെ മണ്ടയിൽ 2 ഫ്ലോട്ടിംഗ് ഷെൽഫ് ഉണ്ടല്ലോ, അതിൽ വെക്കാനായിട്ട് ഗ്രീനിന് പകരം ഈ സാധനം യൂസ് ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. ലൈറ്റിൻ്റെ അണ്ടറിൽ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ നല്ല വൈലറ്റ് ഇങ്ങനെ ഷൈനി ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാൻ വലിയ കാര്യത്തിൽ ആ സാധനം വെച്ചുവെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ അത് മാറ്റിയിട്ട് പച്ച കളർ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഗാർലൻഡ് കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോൻ്റെ അടിയിൽ ആരോ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർക്കോ വേണ്ടി ചെയ്തൊരു ക്രാഫ്റ്റ് പോലെ ഉണ്ടെന്നൊക്കെ. ഒലക്കയുടെ മൂഡ് അല്ല, പിന്നെ കഷ്ടപ്പെട്ട് ഇത്രയും വീടും വെട്ടിയെടുത്ത് അതിൽ പെയിൻറ്റും അടിച്ചുണ്ടാക്കി ഞാൻ ആരാ പൊട്ടനാ. 1 eternity later. ആ മീം ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ മീം വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ബെഡിൻ്റെ ഏരിയയും ടേബിളിൻ്റെ ഏരിയ ഒക്കെ മേക്ക് ഓവർ ചെയ്തതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ആൻഡ് ടുഡേസ് ഡേറ്റ് ഈസ് December 23, 10:21
PM, അതായത് ഇന്നലെ. അങ്ങനെ ആർക്കും എന്നെ തടുക്കാനാവില്ല. ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് ക്ലീൻ ചെയ്യും, എന്നിട്ട് വീണ്ടും അങ്ങോട്ട് മേക്ക് ഓവർ ചെയ്യും. അല്ല പിന്നെ നമ്മളോടെ കളി. ഈ ദിവസത്തിന്റെ 2-3 ദിവസം മുൻപാണ് നമ്മുടെ മുമ്പത്തെ ഞാൻ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, റൂം മേക്ക് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെഡിന്റെ മുകളിൽ നമ്മൾ ചെയ്ത സെയിം സാധനം നമ്മൾ ഈ കർട്ടനിന്റെ മുകളിലും കൂടെ ചെയ്യാൻ പോവാണ്. ബെഡിന്റെ മുകളിൽ വെച്ച് കാണാൻ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അതിനേക്കാളും ഇരട്ടി എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ ഒരു കർട്ടന്റെ ഏരിയയിൽ വെച്ച് കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം കുറേ ആൾക്കാരുടെ വീട്ടിൽ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എന്റെ റൂമിൽ ഈ ഒരു സാധനം എങ്ങനെ ഉണ്ടാവും എന്നറിയാനുള്ള ആ ഒരു ത്വര. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പാടുപെട്ടു വെക്കാനായിട്ട്. കാരണം ഈ സാധനമാണെങ്കിൽ ഇങ്ങനെ മുള്ളു പോലെയാണ് അതിന്റെ കമ്പി നിൽക്കണം. അതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ ഒരിഞ്ഞ് ഭയങ്കര വേദനയായിരുന്നു. കമ്പി ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഇരുത്തണമെങ്കിൽ നല്ല പാടും കൂടെ ആയിരുന്നല്ലോ. പിന്നെ ബ്രോഡ്വേന്ന് ഞാൻ ആകെ ഒറ്റൊരു സെറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 8 അടി 9 അടി എന്തോ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ. എന്തോ ദൈവഭാഗ്യത്തിന് കഴിഞ്ഞ ദിവസം ഫെജിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു സേഫ്റ്റിക്ക് എക്സ്ട്രാ വാങ്ങി വെക്കാം എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം വാങ്ങി വെച്ചതാണ്. കറക്റ്റ് എന്താ പറയുക, ആ 2 എണ്ണം വാങ്ങിച്ചത് എന്തോ എൻ്റെ ഭാഗ്യമായിരുന്നു. കറക്റ്റ് ആ 2 എണ്ണം ഉപയോഗം വന്നു. ഈ ലീഫ് മാത്രം വെച്ച് കണ്ടപ്പോൾ എനിക്ക് എവിടെയോ മനസ്സിലൊരു കാടിളക്കി വെച്ചൊരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ട്രസ്റ്റ് ദ പ്രോസസ്. ഈ ഓർണമെന്റ്സ് ഒക്കെ തൂക്കിയിട്ട് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഈ ലീഫൊക്കെ നിന്ന് തൂക്കിയിടാൻ തന്നെ അത്യാവശ്യം നല്ലപോലെ പാടുപെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ഓർണമെന്റ്സ് ഞാൻ എങ്ങനെ തൂക്കുന്ന ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആഴ്ചയുടെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത്. എല്ലാ ഓർണമെന്റ്സും കൂടെ ഒരു ബാസ്ക്കറ്റിൽ അങ്ങോട്ട് കൊട്ടി ആ ബാസ്ക്കറ്റ് കയ്യിൽ അങ്ങോട്ട് പിടിച്ചാൽ പോരെ. പിന്നെ ഇന്ന് ഞാൻ കമന്റ്സ് നോക്കുമ്പോൾ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇടയിൽ പറയുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി അത് ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടി പറയണതാണ്. കാരണം എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ 99% കമൻറ്റ്സിലും ഇങ്ങനെ അരിച്ചിച്ചി എന്ന് പറഞ്ഞിട്ട് കുട്ടി പിള്ളേർ നല്ല സ്നേഹത്തോടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഞാൻ എന്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ അരിച്ചിച്ചി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. മറ്റേ ക്വീൻ സിനിമയിൽ ചിന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചിന്നു അല്ല അരിച്ചിച്ചി ഉദ്ദേശിച്ചത്, ഇത് ജസ്റ്റ് അരിച്ചിച്ചി എന്നുള്ള അരിച്ചിച്ചിയാണ് അരിച്ചിച്ചി ഉദ്ദേശിച്ചത്. എനിക്കൊണ്ട് എൻ്റെ ഈ വെറുപ്പിക്കൽ കേൾക്കാൻ വയ്യാണ്ട് തന്നെ ഇപ്പം ആൾക്കാർ സ്കിപ്പ് അടിച്ച് പോയിട്ടുണ്ടാവുന്നു. ലാസ്റ്റ് റൂം മേക്കോർ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഹോൾ റൂം എടുക്കുന്നതിൽ 2 സ്പോട്ടിലായിരുന്നു എനിക്ക് എങ്ങനെ ഡെക്കോർ ചെയ്യണമെന്ന് ഒരു എത്തുംപിടി ഇല്ലാതിരുന്നത്. ആ ഒരു ഏരിയയിൽ ഒന്നാണ് ഇത്. ലാസ്റ്റ് ആയപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കണ്ട് ചെയ്തൊരു ഐഡിയ ആയിരുന്നു ഈ ബുക്ക് ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചിട്ട് കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ 2ാമത്തെ സ്പോട്ടാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2 വലിയ വിൻഡോൻ്റെ നടുക്ക് വരുന്ന ഒരു വാളിൻ്റെ പോർഷൻ. ആൻഡ് ഇപ്രാവശ്യം സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഡെസ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതും ബെഡിൻ്റെ ഏരിയ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ആദ്യമേ എനിക്ക് കറക്റ്റ് ഒരു പിടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 പോർഷനിൽ എന്ത് ചെയ്യുന്നു എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പോരാത്തതിന് പണ്ട് ഞാൻ കുറേ സാധനങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ളതിൻ്റെ പശയുടെ ആ മാർക്കൊക്കെ നല്ലപോലെ എടുത്തറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും ആ വാള് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമായിരുന്നു. പക്ഷേ ഗസ് വാട്ട് ഗൈസ്, എൻ്റെ റൂമിൽ ഹോളായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ 2 ഏരിയാസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്പോട്ട്. ആ വാൾസിൽ എന്താ ചെയ്തതെന്നുള്ളത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു മിററിൻ്റെ സൈഡ് പോർഷനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എൻ്റെ ട്രീക്ക് കാലുണ്ടായിരുന്നില്ല. കാലില്ലാത്തതുകൊണ്ട് തന്നെ ചട്ടിയുടെ അകത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ചട്ടിയിൽ മണ്ണുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുണിയായിരുന്നു കുത്തിത്തിരികെ വെച്ചത്. തുണി കുത്തിത്തിരികെ വെച്ചിട്ടും എൻ്റെ ട്രീ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഡംബിൾസ് വെച്ചിട്ടാണ് എൻ്റെ ട്രീ ഞാൻ നിർത്തിയത്. ഈ ഒരു ട്രീക്ക് ഏകദേശം ഒരു 10-12 വർഷത്തോളം പഴക്കമുണ്ടാവും. ഞാൻ ചെറുതായിരിക്കുന്ന ടൈമിൽ വാങ്ങിച്ചതായിരുന്നു. ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേടുപാടും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മുൻപത്തെ ക്രിസ്മസിലൊക്കെ ഞാൻ വെച്ചിട്ടുള്ള 8 അടി വരുന്ന വലിയൊരു ക്രിസ്മസ് ട്രീ ഇല്ലേ, ആ സാധനം വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 4-5 വർഷമായിട്ടേ ഉള്ളൂ. അതിൽ ആ ഒരു ലീഫല്ല, അതിലെന്താ പറയുക, ആ പ്ലാസ്റ്റിക് ഇലകൾ വരുന്ന ഭാഗമില്ല, അതൊക്കെ പൊടിഞ്ഞു പോയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പുതിയ
ക്രിസ്മസ് ട്രീ വാങ്ങിച്ചത്. എന്തായാലേ പഴയ സാധനങ്ങളൊക്കെ അത്രയും നല്ലതായിട്ടാണ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പോട്ടെ, എന്തേലും ആവട്ടെ, നമ്മുടെ ഈ ഒരു കുട്ടി ക്രിസ്മസ് ട്രീ കുറച്ച് ബോൾസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് മക്കളെ ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ മിററിൻ്റെ മണ്ടയിൽ പണിയാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം എന്തായിരുന്നു ഡിസൈൻ പ്ലാൻ ചെയ്തതെന്നറിയോ, നമ്മുടെ മറ്റേ ഗാർലൻഡ് ഇല്ലേ, പച്ച ഗാർലൻഡ്, ആ സാധനം മിററിന് ചുറ്റും വെച്ചിട്ട് ബോൾസ് വെച്ച് കൊടുക്കാമെന്നായിരുന്നു. പക്ഷേ റൂം നോക്കി വന്നു കഴിഞ്ഞപ്പോഴേ റൂമിൽ മൊത്തം ആ ഗാർലൻഡും ബോൾസും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ മിററിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് ഈ ഒരു ഡിസൈൻ. പിന്നെ ഈ ഒരു വാളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പശയുടെ പാടൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ഡിസൈൻ ഒന്നും ചെയ്യാൻ പറ്റൂല. വല്ല പോസ്റ്റർ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് മറക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇനിയിപ്പോൾ ഈ പോസ്റ്റേഴ്സ് ഏത് ഡിസൈനിൽ ഒട്ടിക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു പശയുടെ മാർക്ക് മറക്കാനായിട്ട് എങ്ങനെയാണോ അതുപോലെ ഒട്ടിക്കാന്ന്. പക്ഷെ മൊത്തം ഒട്ടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ആ ഒരു വാൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വന്നപ്പോൾ തന്നെ സമയം എത്രയെന്ന് അറിയോ, 2 മണി. തലേ ദിവസം ഓഫ് ക്രിസ്മസ്. നിർത്തിയിട്ട് കിടന്നുറങ്ങിയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ നിർത്താൻ പറ്റില്ല, ഇതെന്റെ കയ്യിലിരിപ്പോണ്ടാണല്ലോ ഇത്രയും വൈകിയത്. അപ്പോൾ ഉറക്കവും കംഫർട്ടും അല്ല നോക്കേണ്ടത്, ഞാൻ തന്നെ അനുഭവിക്കും. ഇത്രയും ചെയ്തു വന്നപ്പോൾ അജി പറഞ്ഞു കുറച്ച് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു മിററിന്റെ താഴെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുന്നു. എന്റെ മനസ്സിൽ ആദ്യം തോന്നിയത് ഈ മനുഷ്യൻ ഇത്രയും ക്രിയേറ്റീവ് ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. സാധാരണ നേരെ തിരിച്ചാണ്. എനിക്ക് ഭയങ്കര ക്രിയേറ്റീവ് ബുദ്ധിയും അജിക്ക് ഭയങ്കര പ്രാക്ടിക്കൽ ബുദ്ധിയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് എന്റെ ക്രിയേറ്റീവ് ബുദ്ധി പോയിട്ട് എനിക്ക് ബുദ്ധി പോലും ഉണ്ടായിരുന്നില്ല. മീൻസ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അടുത്ത ദിവസമാണല്ലോ ക്രിസ്മസ്. അപ്പോൾ വേഗം തീർത്ത് വീഡിയോ ഒക്കെ ഏത് കാലത്ത് എഡിറ്റ് ചെയ്ത് ഏത് കാലത്ത് പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിച്ച് ഉള്ള ബുദ്ധി പോലും എൻ്റെ തലയിലുണ്ടായിരുന്നില്ല. ബട്ട് സംഹൗ ഇറ്റ് ഓൾ ടേൺഡ് ഔട്ട് സോ ഗുഡ്. ആൻഡ് നെക്സ്റ്റ് ടാസ്ക് ഇസ് ദിസ് വാൾ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു വാളായിരുന്നു കേട്ടോ കുറച്ചുകൂടെ പേടിയുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ മേക്ക് ഓവർ ചെയ്യുന്ന ടൈമിൽ ആ ഒരു മിററിൻ്റെ സൈഡിൽ അറ്റ്ലീസ്റ്റ് നല്ലൊരു ഡിസൈനിങ്ങിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടാത്തതുകൊണ്ട് അവസാനം കയ്യിൽ ബാക്കി വന്ന പോസ്റ്റേഴ്സൊക്കെ വെറുതെ ഒട്ടിച്ച് വെക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം തലയിൽ ആകെ ഒറ്റൊരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നറിയോ, ആദ്യം ആ ഒരു മറ്റേ വാൾ ക്ലോക്ക് വെക്കുക, താഴെ ഒരു സോക്സ് വെക്കുക. ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ബോൾസ് ഹാങ്ങും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിൽ കുറച്ച് പശയുടെ മാർക്സ് കണ്ടപ്പോൾ അവിടെ ഞാൻ ആ പോസ്റ്ററും കൂടെ അങ്ങോട്ട് ഒട്ടിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിച്ചത് അത്ര ഇഷ്ടപ്പെടാൻ വഴിയില്ല, പക്ഷെ എന്നാലും ആ പശയുടെ മാർക്ക് ഭയങ്കര ഡാർക്ക് ആയിരുന്നു, അതുകൊണ്ട് ഒട്ടിച്ചതാണ്. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി വീണ്ടും ക്ലീനിങ്. ബെഡ് ഫ്രെയിമിന്റെ മുകളിലെ പോർഷൻ ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സമയത്ത് എന്തായാലും പുതിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തൂക്കൽ നടക്കൂല. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു LED ലൈറ്റ് ഒട്ടിക്കാന്ന്. സത്യം പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഈ ഒരു ലൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോന്റെ ടൈറ്റിലില്ലേ, ആ ടൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിലോട്ട് പോകും. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, നമ്മുടെ ഫ്ലോർ മാറ്റ് ഇട്ടു. എന്താ മോനെ സമയം എത്രയായി? സമയം 5 മണി. സമയം കാണിച്ച് നിൽക്കുമ്പോഴാണ് ദേ പുറത്തൊരു ശബ്ദം. എന്താ, അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ പണിക്ക് പോണ് വണ്ടി എടുത്തിട്ട്. 5 മണി ആയെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നുമില്ല. എന്തോ രാത്രി 12 മണി പോലെയാണ് ഞാൻ നിന്നത്. ഇവിടെ ഉള്ള അമ്പലത്തിൽ പാട്ടിടാൻ തുടങ്ങി, അടുത്തുള്ള ആൾക്കാരൊക്കെ പണിക്ക് പോകാൻ തുടങ്ങി. ഇത്രയും ദിവസം സമയം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ കണ്ടില്ല. എന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് തിരക്ക് പിടിച്ച് ക്രിസ്മസിന്റെ തലേന്നാണ് ക്രിസ്മസ് റൂം മേക്ക് ഓവർ ചെയ്യുന്നത്. But anyways, it turned out so good. കാണിച്ചു തരാം. ഇവിടെയുള്ള ഈ ഒരു ഗ്യാപ്പിൽ ഞാനൊരു ഷെൽഫ് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താട്ടോ. പക്ഷെ ഇനിയിപ്പോൾ അതും കൂടെ വെക്കാൻ നിന്നാൽ ലേറ്റ് ആവുന്നതുകൊണ്ട് ഞാൻ വെച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും ഗൈസ്, ഐ എം ഒബ്സസ്. ഈ വർഷത്തെ ക്രിസ്മസ് എന്തായാലും തീരാറായി. നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് മേക്ക് ഓവർ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ അടുത്ത ക്രിസ്മസിന് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. സമയം പിന്നെ 5:22. എൻ്റെ പൊന്നോ, പണിയൊക്കെ തീർത്ത് സ്ട്രെസ്സൊക്കെ തീർത്ത് കിടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം വാക്കുകളുണ്ട്, അത് പറയാൻ പറ്റില്ല. കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു. വേഗം തീർക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം തീർന്നില്ലെങ്കിലും ഫൈനലി തീർന്നു. ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ ഒബ്സസ്ഡ് വിത്ത് ദ റിസൾട്ട്സ്. ബാക്കി പറയാനുള്ള ആരോഗ്യം പോലും ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് മറക്കണ്ട. ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഓൾസോ ഹാപ്പി ഹോളിഡേയ്സ്.